പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 17 ചൊവ്വ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ വിദ്യാലയങ്ങൾ ശൈത്യകാല അവധിക്കായി അടയ്ക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ അവധി ആരംഭിക്കും. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ അവധി ദിനങ്ങൾ കുറവാണ്. 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെയാണ് വിവിധ ഇന്ത്യൻ സ്കൂൾ അവധി നൽകുന്നത്. ജനുവരി ആദ്യവാരത്തിൽ തന്നെ ക്ലാസുകൾ പുനരാരംഭിക്കും. കുറഞ്ഞ ദിവസങ്ങൾ ആണെങ്കിലും അവധിക്കാലം നാട്ടിലും നാറുനാട്ടിലുമായി ചെലവഴിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവാസി കുടുംബങ്ങൾ. നാടണയുന്നവർ പലരും ഇതിനോടകം തന്നെ യാത്ര തിരിച്ചിട്ടുണ്ട്. ഒമാന് പുറത്തുള്ള സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്നവരുമുണ്ട്. ഈ ദിവസങ്ങളിലെ ഭീമമായ വിമാന ടിക്കറ്റ് നിരക്കിൽ വലിയ മാറ്റമൊന്നുമില്ലെങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് യാത്ര തിരിക്കുന്നത്. എന്നാൽ ചില വിദ്യാലയങ്ങളിൽ അധ്യാപകരുൾപ്പെടെയുള്ള ജീവനക്കാർക്ക് അവധി കുറവായിരിക്കും. ഇവരിൽ പലരും നാടുപിടിക്കാൻ സാധ്യത കുറവാണ്. ബോർഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന 10-12 ക്ലാസുകളിലെ കുട്ടികൾക്ക് പല സ്കൂളുകളും അവധി ദിനങ്ങളിലും ചില ക്ലാസുകൾ തുടരും. പാഠഭാഗങ്ങൾ വൈകാതെയും തീർക്കാനും പരീക്ഷയ്ക്ക് ഒരുങ്ങാനുമാണിത്. ചില സ്കൂളുകൾ പരിശീലനം ഉൾപ്പെടെ കാലയളവിൽ അധ്യാപകർക്കായി ഒരുക്കിയിട്ടുണ്ട്. കുറഞ്ഞ ദിവസത്തെ അവധി ആയതിനാലും രാജ്യത്ത് അനുകൂല കാലാവസ്ഥ ആയതിനാലും ഒമാനിൽ തന്നെ യാത്രകളും മറ്റും പ്ലാൻ ചെയ്യുന്നവരും നിരവധി. ക്രിസ്മസ്, പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷം ജനുവരി ആദ്യവാരത്തിലാണ് വിദ്യാലയങ്ങൾ തുറക്കുക. ജീവനക്കാർ നേരത്തെ ഹാജരാകാനാണ് വിദ്യാലയ അധികൃതർ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതേസമയം അവധി കിട്ടിയാൽ ഉടൻ നാടുപിടിക്കുന്ന ശീലമെല്ലാം മാറിത്തുടങ്ങുകയാണ് പ്രവാസി മലയാളികൾക്കിടയിൽ. പ്രത്യേകിച്ച് ആഴ്ചകൾ മാത്രം ഒഴിവ് ലഭിക്കുന്ന ശൈത്യകാല അവധി ദിനങ്ങളിൽ മറ്റു രാജ്യങ്ങളെ ആസ്വദിച്ചും അനുഭവിച്ചും ആഘോഷകാലം ചെലവഴിക്കാനാണ് പലരും തീരുമാനിക്കുന്നത്. ഇന്ത്യൻ സ്കൂൾ അടയ്ക്കുന്നതോടെ പുറപ്പെടാൻ പാകത്തിന് പെട്ടികെട്ടി കാത്തിരിപ്പിലാണ് പലരും. തണുപ്പ് കാലാവസ്ഥ, ഇന്ത്യയിൽ പോയി വരുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവ്, ട്രാവൽ പാക്കേജുകൾ ഇവയെല്ലാം ഇത്തരം യാത്രകൾക്ക് പ്രവാസികളെ പ്രേരിപ്പിക്കുന്നു. സ്വദേശികളും ഇത്തരം യാത്രകളിൽ മുന്നിലുണ്ട്. പുതിയ നാടു കണ്ടതിന്റെ അനുഭവവും ജോലിഭാരവും മാനസിക സംഘർഷവും കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും ഇറക്കിവെച്ചതിന്റെ സന്തോഷവും ഇത്തരം യാത്രകളിലൂടെ പ്രവാസികൾക്ക് ലഭിക്കുന്നു. ഒമാനിൽ റെസിഡൻസ് വിസയുള്ളവർക്ക് പല രാഷ്ട്രങ്ങളിലും വിസ ഓൺ അറൈവലോ ഇ-വിസയോ ലഭിക്കും. ട്രാവൽ വ്ളോഗുകളും ഇത്തരം യാത്രകൾക്ക് ആളുകളെ പ്രചോദിപ്പിക്കുന്നു. അവധിക്കാല യാത്രയ്ക്കായി നാട്ടിൽ നിന്ന് കുടുംബത്തെ കൊണ്ടുവരുന്നവരും പ്രവാസികളിൽ ഉണ്ട്. GCC പുറത്തെ സമീപ രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ പേർ യാത്ര ഇഷ്ടപ്പെടുന്നത്. തുർക്കി, തായ്ലൻഡ്, മാലിദ്വീപ്, ഇറാൻ, ഇറാഖ്, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലേക്കാണ് സ്വദേശികളുടെ യാത്രയെങ്കിൽ ജോർജിയ, അസർബൈജാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളാണ് പ്രവാസികൾ തിരഞ്ഞെടുക്കുന്നത്. മറ്റു ചിലർ UAE-യിലേക്കാണ് യാത്ര ലക്ഷ്യം വയ്ക്കുന്നത്. അവധിക്കാലത്ത് ഉംറ തീർത്ഥാടന യാത്ര പുറപ്പെടുന്നവരും നിരവധിയാണ്. രാജ്യത്ത് താപനില താഴുകയും മൂടൽമഞ്ഞ് രൂപപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗം. മൂടൽമഞ്ഞിൽ വാഹനമോടിക്കുമ്പോൾ വാഹനങ്ങളിലോ ബീമുകൾ സ്വമേധയാ ഓൺ ചെയ്യണമെന്നും ഓട്ടോമാറ്റിക് സംവിധാനത്തെ മാത്രം ആശ്രയിക്കരുതെന്നും ROP വ്യക്തമാക്കി. മൂടൽമഞ്ഞിൽ വെളിച്ചത്തിലുണ്ടാകുന്ന മാറ്റത്തിന് അനുസൃതമായി ഓട്ടോമാറ്റിക് മെക്കാനിസം പലപ്പോഴും കൃത്യമായി പ്രവർത്തിക്കാറില്ല. ഇതിനാൽ തന്നെ വാഹനത്തിന്റെ പിൻഭാഗം വെളിച്ചമില്ലാത്ത സ്ഥിതിയിലായിരിക്കും. ഇതുവഴി അപകടങ്ങൾ വഴിയൊരുക്കും. മൂടൽമഞ്ഞിൽ വാഹനമോടിക്കുമ്പോൾ ഉയർന്ന ബീമുകൾ ഓഫ് ചെയ്യുന്നതാണ് നല്ലതെന്നും ഇത് ദൃശ്യപരത മോശമാക്കുന്നതാണെന്നും ROP ട്രാഫിക് വിഭാഗം X-ൽ അറിയിച്ചു. അതേസമയം പുലർക്കാലങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്ന സാഹചര്യത്തിൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ചിലയിടങ്ങളിൽ രാവിലത്തെ മൂടൽമഞ്ഞിൽ പരസ്പരം കാണാത്ത വിധം ദൂരക്കാഴ്ച കുറയുകയാണ്. ഇത്തരം ഘട്ടങ്ങളിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ വാഹനങ്ങളുടെ കൂട്ടിയിടിക്കും മറ്റു അപകടങ്ങൾക്കും വഴിയൊരുക്കും. വാഹനങ്ങൾ റോഡരികിലേക്ക് മാറ്റി സുരക്ഷിതമായി പാർക്ക് ചെയ്യുന്നതാണ് നല്ലത്. തുടർന്ന് അന്തരീക്ഷം തെളിഞ്ഞ ശേഷം യാത്ര തുടരുകയും ചെയ്യാം. മൂടൽമഞ്ഞുള്ളപ്പോൾ വേഗം കുറച്ചും മുന്നിലുള്ള വാഹനങ്ങളുമായി മതിയായ അകലം പാലിച്ചും വാഹനം ഓടിക്കണം. ഈ സമയങ്ങളിൽ ഓവർടേക്കിംഗ്, ഗോ ലൈൻ മാറ്റമോ പാടില്ല. പരസ്പരം കാണാത്ത വിധം ദൂരക്കാഴ്ചകൾ കുറഞ്ഞാൽ വാഹനം റോഡിൽ നിന്നും സുരക്ഷിത അകലത്തിലേക്ക് മാറ്റി നിർത്തിയ ശേഷം ഹസാർഡ് ലൈറ്റ് ഇടാം. ഇത്തരം ഘട്ടങ്ങളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകളെയും സുരക്ഷാ നിർദ്ദേശങ്ങളെയും ലംഘിക്കരുതെന്നും അധികൃതർ പ്രത്യേകം ഉണർത്തി.
സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിൽ 1613 വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു. എഞ്ചിനീയറിംഗ് കോളേജ്, കോളേജ് ഓഫ് മെഡിസിൻ ആൻഡ് ഹെൽത്ത് സയൻസ്, കോളേജ് ഓഫ് സയൻസ്, കോളേജ് ഓഫ് നഴ്സിംഗ്, കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് മറൈൻ സയൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങാണ് കഴിഞ്ഞ ദിവസം നടന്നത്. 35ാം ബാച്ചിന്റെ ബിരുദദാനത്തിന്റെ ഒന്നാം ഘട്ടമായിരുന്നു ഞായറാഴ്ച. രണ്ടാം ബിരുദദാന ചടങ്ങ് ബുധനാഴ്ച നടക്കുമെന്ന് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യത്ത് തണുപ്പ് ശക്തമായതോടെ ജലദോഷപ്പനി കേസുകളിൽ പ്രകടമായ വർധനവുണ്ടായി. പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ ഇത് വർദ്ധിച്ചു വരികയാണ്. തണുത്ത കാലാവസ്ഥയിൽ അക്യൂട്ട് റെസ്പിറേറ്ററി അണുബാധകൾ, ഫ്ലൂ തുടങ്ങിയവ വർദ്ധിക്കുന്നത് സാധാരണയാണ്. അസ്ഥിരമായ കാലാവസ്ഥയിൽ താമസക്കാർ സാധാരണയായി ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുകയാണെങ്കിലും വീട്ടിലും തൊഴിലിടങ്ങളിലും ഇത് പകരാനുള്ള സാധ്യത കൂടുതലാണെന്നും ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാധിക്കപ്പെടുന്നവരിൽ ഏറ്റവും കൂടുതൽ. 60 വയസ്സിന് മുകളിലുള്ള പ്രായമായവരിൽ കടുത്ത പനി, ജലദോഷം, ചുമ, സന്ധിവേദന എന്നിവ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താനും ഉയർന്ന പനി, ജലദോഷം, ചുമ, സന്ധിവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ നിരീക്ഷിക്കാനും മാതാപിതാക്കളോട് ആരോഗ്യ വിദഗ്ധർ അഭ്യർത്ഥിക്കുന്നു. മഴയുണ്ടാകുന്ന ഘട്ടത്തിൽ ജലത്തിലൂടെ പകരുന്ന രോഗാണുക്കളായ ബാക്ടീരിയകളും വൈറസുകളും വളരാൻ ഇടയാക്കും. ഈ രോഗകാരികൾ വയറിളക്കം, ഛർദി, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ രോഗങ്ങൾക്ക് കാരണമാകും. അതിസാരം, വയറുവേദന, പേശിവേദന, തലവേദന തുടങ്ങിയവയും ഉണ്ടായേക്കാം. വെള്ളപ്പൊക്കത്തിൽ അവശിഷ്ടങ്ങളും മൂർച്ചയുള്ള വസ്തുക്കളും അടങ്ങിയിരിക്കാം. അവ മുറിവുകൾക്കും പോറലുകൾക്കും മറ്റ് പരിക്കുകൾക്കും കാരണമാകും. കുട്ടികൾ വെള്ളത്തിലും പരിസരത്തും കളിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരം പരിക്കുകൾ പ്രത്യേകിച്ച് ഇരയാകുന്നു. ദാഖ്ലിയ പർവതങ്ങളിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തി. ഒമാൻ മെറ്റീരിയോളജി വിഭാഗം കഴിഞ്ഞ 24 മണിക്കൂറിനിടെയാണ് ഈ മേഖലയിലെ താപനില 3.1 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ മറ്റ് ചില പ്രദേശങ്ങളും താഴ്ന്ന താപനിലയിലെത്തിയിട്ടുണ്ട്. മഹ്ദയിലും ദിങ്കിലും 12.5 ഡിഗ്രി സെൽഷ്യസ്, മസ്യൂനയിൽ 12.9 ഡിഗ്രി സെൽഷ്യസ്, സുനൈനാഹ് 13.1 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെ അന്തരീക്ഷ ഊഷ്മാവ് അനുഭവപ്പെട്ടു. നേരിയ മഴ, നേരിയതോ മിതമായതോ ആയ കാറ്റ്, പൊടി നിറഞ്ഞതോ ഈർപ്പമുള്ളതോ ആയ അന്തരീക്ഷം എന്നിങ്ങനെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ. മസ്കത്ത് ഉൾപ്പെടെ സ്ഥലങ്ങളിൽ തണുപ്പ് വർദ്ധിച്ചു വരികയാണ്. 24 മണിക്കൂറിനിടെ ഏറ്റവും കൂടിയ താപനില 29.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു മഹൂത്തിലാണ് റിപ്പോർട്ട് ചെയ്തത്. അറേബ്യൻ ഗൾഫ് കപ്പിന് മുന്നോടിയായി യമനിനെതിരെ നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ഒമാന് വിജയം. സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന കളിയിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഒമാൻ വിജയിച്ചത്. 68ാം മിനിറ്റിൽ അലി അൽ ബുസൈദിയാണ് ഒമാന്റെ വിജയ ഗോൾ നേടിയത്. ആദ്യം മുതൽക്കേ ആക്രമിച്ചു കളിക്കുക എന്ന തന്ത്രമായിരുന്നു കോച്ച് ജാബിർ റഷീദിന്റെ കുട്ടികൾ സ്വീകരിച്ചിരുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.